ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കർക്കിടക മാസം 2-ാം തീയതി ആയി. ഞാൻ കർക്കിടക മാസം 1-ാം തീയതി കഞ്ഞീൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കർക്കിടക കഞ്ഞി അടുപ്പത്തുണ്ട്. ഞാനിതിൻ്റെ ഫസ്റ്റ് മെത്തേഡും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ എന്താ പറയുക, അരി നല്ല വേവുള്ള അരിയാണ്, നവരരിയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ചട്ടിക്ക് ഒഴിച്ചെടുത്ത്. മറ്റേത് കുട്ടികൾ സ്കൂളിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചോറും കറിയൊക്കെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഒക്കെ കൂടി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്തത് കേട്ടോ. പിന്നെ ഒരു ഹാഫ് വേവില ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് വേവിച്ചിട്ടില്ല. പിന്നെ അത് അടുപ്പത്ത് കിടന്ന് വേവാണ്. പിന്നെ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് മരുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കഞ്ഞീൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് വറവിട്ട് ഒഴിക്കുന്നത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ. കഞ്ഞിയിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഈ സാധനങ്ങളാണ്. അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നെയ്യായിപ്പോയാൽ എന്താണെന്ന് പറയുക, നമ്മൾ രാവിലെ കുടിക്കണായതുകൊണ്ട് പെട്ടെന്ന് ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ട് കുറച്ച് നെയ്യ് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇതൊന്ന് മൂത്തിട്ടുള്ള ആ ഒരു നെയ്യ് മതി. ഈ അരി നല്ല വേവുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, മൺകുടുക്കയിലൊക്കെ വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഒരുപാട് നേരം ഒഴുകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുക്കറിൽ ഇടാനുള്ള കാരണം കേട്ടോ. പിന്നെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം നമ്മൾ പുതിർത്തി വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ നടക്കും. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. 10 ദിവസമാണ് ശരിക്കും കഞ്ഞിയൊക്കെ നമ്മൾ കുടിക്കുക. അതിലേറെ കുടിക്കുന്നവരും ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് മക്കൾക്കൊക്കെ മടുക്കും. പിന്നെ ഏട്ടനും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് പനുവിന് ചോറുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഫ്ലവർ വറുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവൾ ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കഞ്ഞി വൈകുന്നേരം വന്നിട്ട് മതിയായിരുന്നു. രാവിലെ കുടിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കുടിക്കാണ്ട് പോയി. ഇനി മോനൂസിൻ്റെ കാര്യം അത്രയും നോക്കണ്ടാവും പറ്റണ്ടാവില്ല. എന്തെങ്കിലും കുറേശ്ശെ കുടിപ്പിക്കണം. കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറെന്താ, അപ്പോൾ അടുപ്പും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു കേട്ടോ. ചായയും കടി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പഴം പുഴുങ്ങി അവിലുണ്ടാക്കി, അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിതാ ചോറിന് വെള്ളം വെക്കണം. കത്തി പോവുകയാണ്. രാവിലെ പിടിച്ച് കിട്ടാൻ നല്ല പാടാണ്. പിന്നെ അങ്ങനെ കത്തിയ തീ നല്ല കത്തലെത്തും കേട്ടോ. പിന്നെ ഗ്യാസുമുള്ള പരിപാടി ഞാൻ പൊതുവെ അങ്ങോട്ട് കുറയ്ക്കും രാവിലെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തി കിട്ടിയാൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ അടുപ്പും തന്നെ ഞാൻ കത്തിക്കും. അപ്പോൾ രണ്ടും കൂടിയൊക്കെ ആകുമ്പോൾ പിന്നെ ഗ്യാസിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനത്തെ ഒക്കെ ഗ്യാസുമ്മൽ വെക്കും. അല്ല കടലക്കറി അതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ഗ്യാസുമ്മൽ വെക്കും. അല്ലാത്തതൊക്കെ അടുപ്പത്ത് തന്നെയാണ്. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് അങ്ങനെ വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. മോനൂസ് ഉണർന്നിട്ടില്ല. മോനൂസേ നീക്കണില്ലേ മോൻ? ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. എനിക്ക് 2 ദിവസം സ്കൂളിൽ ലീവായപ്പോഴേ മടിയാണ് സ്കൂളിൽ പോകാൻ. നീക്കേ കുഞ്ഞെ, ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് പല്ല് വെച്ചാ. ഗൈസ്, ഞാൻ കർക്കിടക കഞ്ഞി കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പാത്രത്തിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുടിക്കാൻ വേണ്ടിയിട്ട് പതിവ് പോലെ തന്നെ നമ്മൾ പ്ലാവില വെച്ചിട്ട് കയ്യിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുക്കി കുടിക്കാനാണ്. ഇത് എത്രത്തോളം ശരിയായെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അമ്മയൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതും വെച്ചിട്ടാണ് നമ്മൾ കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞി കുറച്ച് ചൂടാറിയിട്ടില്ല കേട്ടോ. ചൂടാറട്ടെ. അപ്പോൾ ഇനി കഞ്ഞി കുടിക്കട്ടെ. ഇതിലേക്ക് ചമ്മന്തി വേണ്ടവർക്ക് ചമ്മന്തി കൂട്ടാം, പപ്പടം ചുട്ടിട്ട് കഴിക്കും. പക്ഷെ എനിക്കതൊന്നും വേണ്ട. ഞാനിത് മാത്രം കൂട്ടിയിട്ടാണ് കഞ്ഞി മാത്രം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ. കഞ്ഞിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനൂസിനെ സ്കൂളിൽ പറഞ്ഞയച്ചു. പിന്നെ ചെറിയൊരു വെളിച്ചം പോലെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. വെയിലുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഞാനിതാ മിഞ്ഞാന്നത്തെ കുറച്ച് ഉണങ്ങിയതൊക്കെ ഞാൻ വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് മങ്ങിട്ടോ, മഴക്കാറ് നന്നായിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വെണ്ടയ്ക്കും തക്കാളിയാണ് ഇപ്പം ഇന്ന് കറി വെച്ചത്.
അപ്പോൾ ഗൈസ് കറി ഇവിടെ റെഡിയാണ്. പിന്നെ ഫ്ലവർ ഉണ്ട്. ഫ്ലവറും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം. മസാലക്കറി പോലെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നടക്കുമെന്തോ. ചിക്കൻ മസാലേൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ കഞ്ഞീൻ്റെ കലത മോറാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഞ്ഞി കാലിയായിട്ടോ. അത് നമ്മൾക്ക് ഇവിടെ അമ്മയൊക്കെ ഉള്ള, ഇവിടെ ഉണ്ണിയേട്ടൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് തന്നെയുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഈ കുടുക്ക, മൺകുടുക്ക. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളിതിലാണ് കഞ്ഞി വെക്കാറ്. എല്ലാവരും ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിക്കാറ് വലിയൊരു കുടുക്കണ്ടേന്ന് അതിലേന്ന് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതന്നെ വേണ്ട. പക്ഷെ ഇതിലും ചെറുതിനില്ലാത്തതുകൊണ്ട് ഇതിൽ വയ്ക്കണതാണ് കേട്ടോ. അപ്പം ഇനി ഇത് നല്ലോണം ഞാൻ ചകിരിത്തുപ്പിട്ടിട്ടാണ് കഴുകുക കേട്ടോ. ഉള്ളും പുറമൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകുക. അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ പുളിച്ച് പോവും നന്നായിട്ട് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊന്ന് കഴുകണം. കൊടുക്കതാ നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒന്നുകൂടെ കഞ്ഞി ഉണ്ടാക്കണം. പിന്നെ അപ്പോൾ വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കഴുത്തി വെച്ചാൽ കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഫുഡ് കഴിക്കണം. അടുത്ത പരിപാടി അതാണ്. അപ്പോഴത്തേക്ക് ഒരു മഴയൊക്കെ പെയ്ത് ചോർന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് മഴ ഇല്ലയെന്ന് വിചാരിച്ചു. അപ്പോൾ മഴ ഉണ്ട്. അപ്പോൾ തുണികളൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ കഞ്ഞി കുറച്ച് ബാക്കിയുണ്ടേ. ഇത്തിരിയേ ബാക്കിയുള്ളൂ. ഇതാ അത് ഞാൻ വന്നിട്ട് കുടിക്കാനും കുടിച്ചിട്ടില്ല. രാവിലെ പോകുമ്പോൾ അമ്മ ശരിയാവില്ല പറഞ്ഞിട്ടേ അപ്പോൾ കുടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. അടുപ്പത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ ഒരു കമ്പ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് മോനൂസിൻ്റെ ബനിയന് ഷർട്ട് ഇതൊക്കെ തോരിട്ടാണ് കേട്ടോ. അപ്പോൾ ആ അടുപ്പിൻ്റെ ചൂടുണ്ടാണ്ട് ഉണങ്ങിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടണമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അതായത് നമ്മുടെ അടുപ്പത്തെ പണി കഴിയുമ്പോൾ ആ ഒരു ചൂട് തട്ടിയിട്ട് ഒന്നും ഇങ്ങോട്ട് പിന്നെ നമ്മൾ നാളെയൊക്കെ എടുക്കുമ്പോൾ അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇടയിൽ എനിക്ക് ചക്ക കിട്ടി. അപ്പോൾ ചക്കയ്ക്കും വേണ്ടിയിട്ട് അങ്ങോട്ടൊന്ന് പോയി. അവിടെ തൊട്ടടുത്ത വീട്ടിൽ താത്താൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ നല്ല വരിക്കച്ചക്ക ഉണ്ട്. ഇപ്പോൾ ചക്ക പച്ചയാണ്. അപ്പം ഇനി താത്ത പറഞ്ഞത് പിന്നെ നല്ല പച്ചയാണ്, വേണമെങ്കിൽ കറി വയ്ക്കുക അല്ലെങ്കിൽ പഴുപ്പിക്കുക. അപ്പോൾ ഞാൻ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസിൻ്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്താണ് ഇത് നമ്മൾ കർക്കിടകത്തിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞ തലേസരി വെച്ചെടുക്കലും പരിപാടിയൊക്കെ ഉണ്ട്. അന്ന് ഇളനീരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഞാനതൊക്കെ പൊളിച്ചൊക്കെ സെറ്റാക്കി. അപ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഇന്ന് ജ്യൂസ് അടിച്ച് വെക്കണം. ചോറിനലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ കൊലായിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇരിക്കും. പിന്നെ കുറച്ച് എഴുതാനുണ്ട്, അതൊക്കെ എഴുതണം. ഇവിടെ കുറച്ച് ചുക്കെള്ളം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.